ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം അരന്തൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ണിയും ചോക്കോയും നമ്മളെല്ലാവരും അരന്തൻ്റെ വീട്ടിലോട്ട് പോവാണ്. രാവിലെ കുറച്ചുകൂടി നേരത്തെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഉറങ്ങിപ്പോയി. ഒരു 10:30 നമ്മൾ അരന്തൻ്റെ വീട്ടിലോട്ട് പോയി. ഓരോരുത്തരായിട്ടാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പൂവൊക്കെ പിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ആരും കാണാത്തതുകൊണ്ട് അരന്തൻ്റെ അച്ഛൻ തന്നെ സ്വന്തമായിട്ട് പൂവൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതിന് ശേഷം പിന്നെ ബാക്കി ഞാനും അപർണയും കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. അരന്തണ്ണും ഉണ്ണിയും ചോക്കയാണ് വന്നത്. ചോക്കോ വന്ന് പറഞ്ഞാൽ തന്നെ പൂവിന്റെ പുറത്താണ് കയറിയത്. പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ, ഒരു 16 വയസ്സായി, ജാക്കി എന്നാണ് പേര്. അപ്പോൾ ചോക്ക അതിന്റെ അടുത്തോട്ട് തന്നെ പോകണമെന്നില്ല കേട്ടോ. ചോക്കോക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ആ ഒരു ഏരിയയിലേ പോണില്ല, ഇങ്ങനെ നീങ്ങി നിന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ അത്തപ്പൂ ഡിസൈനിങ്ങും ഇടുന്നതും എല്ലാം ഉണ്ണി അരന്തണ്ണും കൂടെയാണ്. റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ വിക്സിന്റെ ഷേപ്പിലാണ് വരച്ചു വെച്ചേക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് ഉണ്ണി പറഞ്ഞത്. ഇനി എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇടാൻ പറയാം, അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു, എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സൈഡിലൂടെ അത്തപ്പൂ നടക്കുമ്പോൾ ചോക്കോ ഇവിടെ പരതി നടക്കുകയാണെല്ലാം. പിന്നെ അരന്തൻ്റെ അമ്മ രാവിലെ തന്നെ എല്ലാ ഫുഡും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്വന്തമായിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ റൗണ്ടായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വന്നിട്ട് കുറച്ച് നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണി ഏകദേശം അത്തപ്പൂക്കെ കംപ്ലീറ്റ് ആക്കാറായി. ഉണ്ണി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഈ മന്ത്രവാദിനി മറ്റേ കൂടോത്രം ചെയ്യുന്ന പോലെയാണ് അവൾ ഇരിക്കണേ. അങ്ങനെ ഫൈനലി പറഞ്ഞ് എങ്ങനെയൊക്കെയോ ലാസ്റ്റത്തെ ആ ഒരു വട്ടത്തിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അത്തപ്പൂ. അപ്പോൾ ഇതാണ് നമ്മളിട്ട കുഞ്ഞ് തട്ടിക്കൂട്ടിയുള്ള ഒരു അത്തപ്പൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഒരു അത്തപ്പൂവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മൾ എല്ലാവരും കൂടെ നിന്ന് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിയുന്നതിന് മുന്നേ ഉള്ള അപർണയുടെ ലാസ്റ്റ് ഓണമാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അവളുടെ കല്യാണ സാരി അമ്മ ഇറന്നിട്ടൊന്ന് നേരിട്ട് കണ്ടില്ല കേട്ടോ, ഫോട്ടോസൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു. ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാനായിട്ട് തുടങ്ങി. പിന്നെ നേരെ ഇലയ്ക്ക് ഇട്ട് സദ്യ വിളമ്പി. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കല്ലിൽ അരച്ചുണ്ടാക്കിയതാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു സദ്യയല്ല. അവിടെ നമ്മൾ ഫസ്റ്റ് റോയൽ 5 പേര് ഇരുന്നു കേട്ടോ, കാരണം കൂടുതൽ പേർക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം നമ്മളെടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അവർക്ക് വിളമ്പി കൊടുത്തു. പിന്നെ അവർ 3 പേരും കൂടെയാണ് ലാസ്റ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ഓണവും നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ആഘോഷിച്ചിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ അങ്ങനെ പുറത്ത് പോകുക അല്ലെങ്കിൽ വെളിയിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് എപ്പോഴും. ഒന്നേ അരന്തൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളവിടെ ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അവിടെ ആയിരിക്കും സദ്യയും ഇതൊക്കെ. എല്ലാ പ്രാവശ്യം ഓണം അതുപോലെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും, ഫോട്ടോസൊക്കെ എടുക്കും. പിന്നെ വൈകുന്നേരം ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് എല്ലാവരും പിരിയാറുള്ളത്. അപ്പം നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോയി.